പഞ്ചാബിൽ നിലവിലത്തെ സാഹചര്യം എന്താണ്? അതിർത്തി മേഖലകളിലൊക്കെ പൂർണ്ണമായും സുരക്ഷാ വിന്യാസം പിൻവലിക്കുന്ന തരത്തിലേക്ക് ഒരു സുരക്ഷിത അവസ്ഥ ആയിട്ടുണ്ടോ? പഞ്ചാബിൽ നേരത്തെ നമ്മൾ ജമ്മുവിലൊക്കെ കണ്ടതുപോലെ എല്ലായിടത്തും പഴയ രീതിയിലേക്ക് സാഹചര്യം മടങ്ങിയെത്തിക്കഴിഞ്ഞു? പാർവതി, പഞ്ചാബിലും ജനജീവിതം സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ പഞ്ചാബിലെ വിവിധയിടങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ കാണപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം ഇത് തകർക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു അതിർത്തി ജില്ലകളിൽ അപ്രതീക്ഷിതമായിട്ട് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അമൃത്സർ, പത്താൻകോട്ട്, ജലന്ധർ, അതുപോലെ തന്നെ ഹൊഷിയാർപൂറിലെ 2 ഇടങ്ങൾ എന്നീ മേഖലകളിലായിരുന്നു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. നിയന്ത്രണങ്ങൾ കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ അമൃത്സർ, ചണ്ഡിഗഡ് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പശ്ചാത്തലം മാറിയപ്പോൾ ബ്ലാക്ക് ഔട്ടൊക്കെ തന്നെ വന്നൊരു പശ്ചാത്തലത്തിൽ സർവീസ് നടത്തിയ വിമാനങ്ങൾ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. അത് ആ നിലയിൽ തന്നെ തുടരുകയാണ്. ചണ്ഡിഗഡ്, പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഇനി ആർക്കെങ്കിലും കേരളത്തിലേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത്തരമൊരു താല്പര്യമുണ്ടെങ്കിൽ അവരെ നാട്ടിലെത്താൻ പാകത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. വിമാനത്താവളങ്ങൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും വലിയ സുരക്ഷ തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ച് തുടരുന്നത്. ഭഗവത് മാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ സാധിക്കില്ല, ഇനിയും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനം പ്രത്യേക നിരീക്ഷണം നടത്തി വരികയാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് ആന്റി ഡ്രോൺ സംവിധാനം നടപ്പിലാക്കാനുള്ള പദ്ധതികൾക്ക് ഇന്നു മുതൽ തുടക്കമാവുകയാണ്. 51 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രകാരം അതിർത്തി മേഖലകൾ ഹൊഷിയാർപൂർ, ഗുർദാസ്പൂർ, അമൃത്സർ, പത്താൻകോട്ട്, ബത്തിൻഡ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള ഒരു പദ്ധതിയാണ് ആ ഒരു മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഉൾഗ്രാമങ്ങളിൽ നിന്നും അതിർത്തി മേഖലകളിലെ പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരൊക്കെ തന്നെ ആ മേഖലകളിലെ പ്രദേശവാസികൾ പലായനം നടത്തിയിരുന്നു. അവരൊക്കെ തന്നെ ആ ഒരു മേഖലകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അമൃത്സർ പോലെയുള്ള ആത്മീയ കേന്ദ്രങ്ങളിലേക്കും നിരവധി ആളുകൾ തന്നെയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. 971 ശേഷം കടുത്ത നിയന്ത്രണങ്ങളെ തുടർന്ന് ബ്ലാക്ക് ഔട്ടിനെ തുടർന്ന് ആ ഒരു മേഖലയിൽ പൂർണ്ണമായിട്ടും വിളക്കണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ നിയന്ത്രണങ്ങൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ വീണ്ടും സജീവമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇടങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വാഗാ ബോർഡർ, അട്ടാരി പോലെയുള്ള മേഖല സൈനികാഭ്യാസം ഉൾപ്പെടെ നടന്നൊരു മേഖലയാണ്. അതിപ്പോഴും പൂർണ്ണമായിട്ടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പഞ്ചാബിനെ സംബന്ധിച്ച് അതീവ ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും സുരക്ഷ കുറച്ച് കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ജനജീവിതം സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ മുബഷിർ, പഞ്ചാബിലും സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്നത് ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇനി പ്രതിപക്ഷം ഇപ്പോൾ